സാന്ദ്രാനന്ദാവബോധാത്മകപരിവമിതങ്കാലദേശാവദിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേകന്ധഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തവർക്കൊക്കെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയും ചെയ്യുന്നു. ശ്രീമദ് നാരായണീയത്തിൽ നന്ദഗോപരുടെ അപേക്ഷ അനുസരിച്ച് ഗർഗൻ ഭഗവാന് നാമകരണം ചെയ്യുന്നു, ജാതകർമ്മങ്ങളും ചെയ്യുന്നു. ബലരാമനും ശ്രീകൃഷ്ണനും എല്ലാവർക്കും ആനന്ദം കൊടുക്കുന്നത് കൊണ്ട് നകാരം, നിറവ്, സമ്പത്ത് ഇതിൻ്റെ പദമാണ് കൃഷിധാതു നകാരാഭ്യാം. നകാരം ആനന്ദത്തെ കാണിക്കുന്നു, കൃഷ് ധാതു സമ്പത്ത്, നിറവ് അതിനെ കാണിക്കുന്നു. സമ്പത്തുള്ളടത്ത് എപ്പോഴും ആനന്ദം ഉണ്ടാവണം എന്നില്ല, ഇവിടെ അതും ഉണ്ടായിരുന്നു എന്നർത്ഥം. ലോകത്തിൻ്റെ പാപത്തെ ഇല്ലാതാക്കുന്നത് കൊണ്ട് കർഷയതി ഇതി കൃഷ്ണ എന്നും ആവാം. എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്നത് കൊണ്ട് കൃഷ്ണൻ, തന്നിലേക്ക് ആകർഷിക്കുന്നത് കൊണ്ട് കൃഷ്ണൻ, അങ്ങനെയാവാം. കൃഷിഭൂവാചക ശബ്ദോ നശ്ച നിർവൃതിവാചക തയോരൈക്യം പരം ബ്രഹ്മ കൃഷ്ണ ഇത്യഭിധീയതേ. വേറെയും പല നാമങ്ങളും ഉണ്ട്. അതിന് രാമനും പേരിട്ടു. അന്യാംച നാമഭേദാൻ വ്യാകുർവൻ അഗ്രജേച്ച രാമാദീൻ അതിമാനുഷാനുഭാവൻ നഗരത്വാം അപ്രകാശയൻ പിത്രേ. രാമന് അർത്ഥം രമയതി ഇതി രാമ, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നവൻ രാമൻ, എല്ലാവരെയും കരയിപ്പിക്കുന്നവൻ രാവണൻ. രോദയതി ഇതി രാവണ, കരയിപ്പിക്കുന്നവനാണ് രാവണൻ. രാവണനാവണോ രാമനാവണോ എന്നാണ് രാമായണം നമുക്ക് നൽകുന്ന ഓപ്ഷൻ. എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നവൻ. ബലം ബലാധിക്യാൽ ബലം വിധു, ബലമുണ്ട് രാമൻ, അതുകൊണ്ടാണ് ബലരാമൻ എന്ന നാമകരണം ചെയ്തത്. ആരൊക്കെ ഈ കുട്ടിയെ സ്നേഹിക്കുന്നുവോ അവർക്കെല്ലാം നന്മയുണ്ടാവുകയും ഏതൊരാൾ ഈ കുട്ടിയെ മറിച്ച് ദ്രോഹബുദ്ധിയാ കാണുന്നുവോ അവർക്ക് നാശവും ഉണ്ടാവും. ഒരു കാരണവശാലും ഈ ഉണ്ണിയെ ദ്രോഹബുദ്ധിയ കാണരുത്. വിമലമായിരിക്കുന്ന നല്ല സ്ഥാനത്തേക്ക് ഇവൻ നമ്മളെ എല്ലാവരെയും നയിക്കും. അതിൻ്റെ യഥാർത്ഥ അർത്ഥം മോക്ഷസ്ഥാനത്തേക്ക് എന്നാണ്. തൽക്കാലം പ്രകൃതത്തിൽ നന്ദഗോപർ കേട്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും സ്ഥാനത്തേക്ക് മാറും. അതുണ്ടാവണമുണ്ട്, കാരണം ഇനി അവരൊക്കെ വൃന്ദാവനത്തിലേക്ക് മാറുന്നുണ്ട് ഗോകുലത്തിൽ നിന്ന്. അത്രയാണ് ഗർഗൻ പറഞ്ഞത്. എവിടേക്കെങ്കിലുമൊക്കെ ഈ കുട്ടി കാരണം മാറി താമസിക്കേണ്ടി വരും എന്ന ബാഹ്യാർത്ഥമാണ് അവർ ഗ്രഹിച്ചത്. ഒരു ഉണ്ണിക്ക് മോക്ഷണം കൊടുക്കാൻ പറ്റുമെന്ന് പെട്ടെന്നാണ് വിചാരിക്കാൻ പറ്റുമോ സാധാരണ ഒരു ഉണ്ണിക്ക്? ആ അർത്ഥത്തിലേക്ക് അവർ തൽക്കാലം എത്തിയില്ല. പക്ഷേ നന്ദഗോപർ അതാണ് ഉദ്ദേശിച്ചത്, അല്ല ഗർഗൻ അതാണ് ഉദ്ദേശിച്ചത്. അമുനൈവ സർവദുർഗം ദരിതാസ്തകൃതാസ്തമത്ര തിഷ്ടധ്വം ഹരിരേവേത്യനബിലഭൻ നിത്യാദിത്വാമവർണയത് സമുനി. അമുനേവ സർവദുർഗം തരിതാസ്ത, നിങ്ങൾക്ക് എന്തെല്ലാം വിഷമങ്ങളുണ്ടെങ്കിലും ഈ ഉണ്ണി കാരണം അതെല്ലാം തരണം ചെയ്യാൻ കഴിയും. സർവ വിഷമങ്ങൾ, ദുർഗ എന്ന് പറഞ്ഞ വിഷമമാണ്. ആ വിഷമത്തെ തരണം ചെയ്തുകൊണ്ട് ദുർഗാദേവി എന്ന് പേര് പറഞ്ഞ ദുർഗാദേവീതി വിഖ്യാതം തന്മേ നാമ ഭവിഷ്യതി എന്ന് പറഞ്ഞാൽ ദുർഗമൻ എന്ന അസുരനെ കൊന്നതുകൊണ്ടാണ് അവിടെ ദുർഗാദേവി. ആ വാക്കിനൊരർത്ഥം കൂടിയുണ്ട്, വിഷമഘട്ടങ്ങളെ കടക്കുക എന്നുള്ള അർത്ഥം. എല്ലാ വിഷമഘട്ടങ്ങളെയും ഈ കുട്ടി മൂലം നിങ്ങൾക്ക് വിജയകരമായിട്ട് തരണം ചെയ്യാൻ കഴിയും. ആപത്തുകളൊന്നും സംഭവിക്കാതെ തന്നെ തരണം ചെയ്യാനായിട്ട് കഴിയും. അത്ര കൃതാർത്ഥം തിഷ്ടത്വം, ഈ ഉണ്ണിയിൽ ആദരവോടുകൂടി ഇരിക്കുക. തിഷ്ട, ഇരിക്കുക, സ്ഥിതി ചെയ്യുക ആണ് തിഷ്ട. ഈ ഉണ്ണിയിൽ ആദരവോടും സ്നേഹത്തോടും കൂടി അല്ലെങ്കിൽ നന്ദഗോപരെ അങ്ങ് സ്ഥിതി ചെയ്തോളൂ. ഈ ഉണ്ണി നിങ്ങളുടെ രക്ഷകനാണ്. ഇത്യാദി ഹരി ഏവ ഇതി അനബിലപൻ
വിഷ്ണു ആണ് എന്ന് വ്യക്തമാക്കിയില്ല. ഉണ്ണിയെ വിഷ്ണു ആക്കാൻ പറ്റുമോ പെട്ടെന്ന്? ഇപ്പോൾ ഉണ്ണി ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഉണ്ണിയെ കുട്ടി എന്ന ഭാവേന കണ്ട് വളർത്തണം. അങ്ങനെ കുറേ ലീലകളും അവിടെ ഉണ്ടാവണം. അപ്പോഴേ അതിന് തന്മയത്തുള്ളൂ. പെട്ടെന്ന് വിഷ്ണു ആണ് പറഞ്ഞാൽ എല്ലാവരും തൊഴാനും നമസ്കരിക്കാനും ഒക്കെ തുടങ്ങുക. അതിപ്പോൾ ഏതായാലും വേണ്ട, മെല്ലെ മതി എന്ന അർത്ഥത്തിൽ ഹരിയാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞില്ല. ഹരി ഏവ ഇതി അനഭിലപൻ പറയാതെ കണ്ട്. അഭിലപൻ പറഞ്ഞിട്ട് അനഭിലപൻ അതിൻ്റെ ഓപ്പോസിറ്റ് പറയാതെ കണ്ട്. ഹരി ഏവ ഇതി അനഭിലപൻ വ്യക്തമായിട്ടിത് ഹരി ആണ് വിഷ്ണു ആണ് എന്ന് പറഞ്ഞില്ല. പറയാതെ കണ്ട് സാ മുനി ത്വാം അവർണയത്. ആ മുനി അല്ലയോ ഗുരുവായൂരപ്പ അങ്ങയെ വർണ്ണിച്ചു. ഹരി അല്ല എന്ന് പറയാൻ പാടില്ല, ഹരി ആണല്ലോ. എന്നാൽ ഹരി ആണ് എന്നോ വ്യക്തമാക്കിയതുമില്ല. രണ്ടും അല്ലാതെ അവിടെയും തൊട്ടില്ല ഇവിടെയും തൊട്ടില്ല എന്ന് പറയില്ലേ നമ്മൾ, അങ്ങനെ വിവരിച്ചു. ഹരി ആണ് എന്ന് പറയാതെ കണ്ടും സത്യവിരോധം വരാതെ കണ്ടും ഹരി അല്ല എന്ന് പറയാൻ പാടുമോ? അതുമില്ല. അത് വലിയ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അല്ലേ. അപ്പം അതുകൊണ്ട് ഹരിയാണ് എന്ന് വ്യക്തമാക്കാതെ സത്യവിരോധം വരാത്ത വിധത്തിൽ ഹരി അല്ല എന്ന് പറയാൻ നിവൃത്തിയില്ല, ആണ് എന്ന് പറഞ്ഞതുമില്ല. ആണ് എന്ന സത്യത്തെ മുഴുവനും വ്യക്തമാക്കാതെ സത്യവിരോധം വരാത്ത വിധത്തിൽ പറഞ്ഞു. അമുനൈവ സർവദുർഗം തരിതാസ്ത. ദുർഗം വിഷമഘട്ടങ്ങൾ, എല്ലാ വിഷമഘട്ടങ്ങളും ഇവൻ മൂലം തരണം ചെയ്യാൻ കഴിയും. നന്ദഗോപ, ഈ ഉണ്ണിയിൽ സ്നേഹത്താൽ വസിച്ചാലും കൃതാർത്ഥമത്ര തിഷ്ടത്വം, തിഷ്ട സ്ഥിതി ചെയ്യുക, ഉണ്ണിയെ സ്നേഹിച്ച് സ്ഥിതി ചെയ്യുക. അങ്ങനെ ഹരിയാണ് എന്ന് പറയാതെ ഹരിരേവേ ത്യനഭിലപൻ, ഹരിയാണ് എന്ന് പറയാതെ കണ്ട് സത്യവിരോധം വരും ചെയ്യാണ്ടേ ഇത്യാദിത്വാം സാ മുനി അവർണയത്. ആ മുനി വർണ്ണിച്ചു. ഗർഗേഥ നിർക്കതേസ്മിന്നന്ദിത നന്ദാതിനന്ദ്യമാനസ്ത്വം മത്കഥ മുത്കഥ കരുണോ നിർഗമയ ശ്രീമരുത്പുരാധീശ. ഗർഗേഥ നിർക്കത ശ്രീമരുത്പുരാധീശ. മത്ഗതം എൻ്റെ രോഗം, ഗതൻ രോഗം മാറ്റിത്തരയണമേ. മത്ഗത മുദ്ഗത കരുണോ എൻ്റെ ആ രോഗത്തെ മാറ്റിത്തരയണമേ. പ്രാർത്ഥന. ശ്രീമരുത്പുരാധീശ സംബോധന. അത്രയും വിശേഷിച്ചൊന്നും പറയാനൊന്നുമില്ല. എന്താ പറയാനുള്ളത്? അസ്മിൻ ഗർഗേ നിർഗതേ, ഗർഗൻ പോയ സമയത്തിങ്കൽ. ആ വാക്കുകളുടെ പ്രാസം കണ്ടോ? ഗർഗേ നിർഗതേ, ഗർഗൻ പോയിരിക്കും സമയത്തിങ്കൽ. നന്ദിത നന്ദി നന്ദിമാന, നന്ദിത നന്ദാതി നന്ദ്യമാന. വീണ്ടും പ്രാസം. സന്തുഷ്ടനായ നന്ദിത, നന്ദിത സന്തുഷ്ടനായ. പാസീവ് വോയിസ് ആണ് കേട്ടോ, സ്ത്രീലിംഗമല്ല അവിടെ. നന്ദിത. നന്ദാതി നന്ദ്യമാന, നന്ദഗോപാദികളാൽ അഭിനന്ദിച്ചോമനിക്കപ്പെടുന്ന നിന്തിരുവടി. നന്ദഗോപരുണ്ട്, ബാക്കി ഗോപന്മാരുണ്ട്. അവരാൽ വളരെയേറെ ലാളിക്കപ്പെട്ടു, ഓമനിക്കപ്പെട്ടു, അഭിനന്ദിക്കപ്പെട്ടു. ഇത്രയൊക്കെ കേട്ടപ്പോൾ അവർക്ക് കൃഷ്ണനെക്കുറിച്ച് എന്തൊക്കെയാണ് പറയേണ്ടത്, പ്രശംസിച്ചിട്ട് എന്ന് നിശ്ചയില്ല. വളരെയേറെ ഗുരുവായൂരപ്പ അങ്ങയെ പ്രശംസിച്ചു. ഗർഗൻ അവിടുന്ന് പോവുകയും ചെയ്തു. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ എൻ്റെ രോഗങ്ങൾ മാറ്റിയിട്ട് ശരീരത്തെ ഉപാസിക്കാൻ തക്ക രീതിയിലാക്കി തരണേ. ആരോഗ്യമില്ലെങ്കിൽ എങ്ങനെ ഭഗവാനെ ഭജിക്കുക? രാവിലെ എണീക്കാനും കുളിക്കാനും ആരോഗ്യമല്ലേ പ്രധാനമായിട്ട് വേണ്ടത്. അതുകൊണ്ട് ഈശ്വരനെ ഉപാസിക്കാനുള്ളതല്ലേ. കല്യതാം മമ ഗുരുഷതാവതിം കല്യതേ ഭവതുപാസനം. അങ്ങയുടെ ഉപാസനത്തിനനുസരിച്ചിട്ടുള്ള ആരോഗ്യമെങ്കിലും, അതിന് വേണ്ട ആരോഗ്യമെങ്കിലും എനിക്ക് തരണം. അത് മുടക്കരുതേ. വയ്യാണ്ട് പിന്നെ എനിക്കൊന്നിനും സാധിക്കില്ല. അങ്ങനെ ജീവിച്ചിട്ടിപ്പോൾ എന്താ കാര്യം? അതുകൊണ്ട് സർവേശ്വര, അങ്ങയെ ഭജിക്കാനുള്ള ആരോഗ്യമെങ്കിലും, കല്യതാം അതിനുള്ള കല്യതയെങ്കിലും എനിക്ക് തരണം. 4-ാമത്തെ ദശകത്തിലെ കല്യതാം മമ ഗുരുഷതാവതിം കല്യതേ ഭവതുപാസനം. അങ്ങയെ ഭജിക്കാനുള്ള ആരോഗ്യമെങ്കിലും എനിക്ക് നൽകണമേ. ഗർഗേത അതാണ് പറഞ്ഞുകൊണ്ട് ദശകം അവസാനിപ്പിച്ചിരിക്കുകയാണ്. അമുനേവ സർവദുർഗം ദരിതാസ്ത.
എല്ലാ വിഷമഘട്ടങ്ങളും ഈ ഉണ്ണി മൂലം നിങ്ങൾക്ക് കടക്കാൻ കഴിയും. അമുനേവ സർവദുർഗം ദരിതാർത്ഥ കൃതാർത്ഥമത്ര തിഷ്ടത്വം. ഉണ്ണിയെ തന്നെ വസിച്ചു കൊള്ളുക. ഈ ഉണ്ണിയെ സ്നേഹിച്ച് സ്ഥിതി ചെയ്യൂ. ഹരിരേവേദി അനഭിലപൻ, ഹരി എന്ന് പറയാതെ വ്യക്തമാക്കാതെ സത്യവിരോധം വരാതെ പറഞ്ഞു. ഇത്യാദിത്വമവർണയത്ര മുനി ഗർഗേത നിർഗതേസ്മിൻ നന്ദിത നന്ദാതി നന്ദ്യമാനസ്ത്വം. ഗർഗൻ പോയ സമയത്തിങ്കൽ ആനന്ദിച്ച് ഉണ്ണിയെ അഭിനന്ദിച്ചു എല്ലാവരും. മത്കഥ മുത്കഥ കരുണോ നിർഗമയ ശ്രീപരിപുരാധീശ. അങ്ങനെയുള്ളതായിരിക്കുന്ന ഗുരുവായൂരപ്പ എൻ്റെ രോഗത്തെ മാറ്റി അങ്ങയെ ഭജിക്കാൻ എൻ്റെ ശരീരത്തെ സജ്ജമാക്കി തരേണമേ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.